വെൽക്കം ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിംപ്ലി സപ്പോർട്ടഡ് ബീംസിനെ കുറിച്ചും അതിൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രം, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം എങ്ങനെ വരയ്ക്കാം അതിനെക്കുറിച്ചുമാണ്. അപ്പോൾ നമുക്ക് അറിയാം എങ്ങനെയാണ് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ഇരിക്കുന്നത്. ഫസ്റ്റ് ഫിഗർ ശ്രദ്ധിക്കുക. എ എന്ന് പറയുന്ന പോയിന്റ്, അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന പോയിന്റ്, അതിന് മുകളിലായിട്ട് വെറുതെ ഒരു ബീം വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റും ബി എന്ന് പറയുന്ന പോയിന്റിനെയുമാണ് നമ്മൾ സിംപ്ലി സപ്പോർട്ടിംഗ് പോയിന്റ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ W ലോഡ് ഈ ബീമിൻ്റെ എക്സാക്ട് സെൻറ്ററിൽ മുകളിൽ നിന്നും താഴത്തേക്ക് ആക്ട് ചെയ്യുന്ന പോയിന്റാണ് സി. ഈ ബീമിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് L ആയിരിക്കും. സോ എയിൽ നിന്നും L/2 ദൂരം വലത്തോട്ട് മാറിയാണ് ഈ W മുകളിൽ നിന്നും താഴത്തേക്ക് ആക്ട് ചെയ്യുന്ന പോയിന്റ് സി ആണ്. സി ടു ബി ഡിസ്റ്റൻസ് എത്ര തന്നെയായിരിക്കും? L/2 തന്നെയായിരിക്കും. ഇനി ഷിയർ ഫോഴ്സ് ഡയഗ്രാം അതുപോലെ തന്നെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് എ എന്ന് പറയുന്ന പോയിന്റിൽ ആക്ട് ചെയ്യുന്ന റിയാക്ഷൻ ഫോഴ്സ് അതിൻ്റെ വാല്യൂ കണ്ടെത്തണം. ബി എന്ന് പറയുന്ന പോയിന്റിൽ ആക്ട് ചെയ്യുന്ന റിയാക്ഷൻ ഫോഴ്സ് അതിൻ്റെ വാല്യൂ കണ്ടെത്തണം. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു ഡൗട്ട് വരും, എന്താണ് റിയാക്ഷൻ ഫോഴ്സ്? നമുക്കറിയാം W എന്ന് പറയുന്ന ലോഡ് ഈ ബീമിൻ്റെ എക്സാക്ട് സെൻറ്ററിൽ മുകളിൽ നിന്നും താഴത്തേക്ക് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് നമ്മൾ താഴെ നിന്ന് മുകളിലേക്ക് കൊടുക്കണം, അല്ലേ? അപ്പോൾ കോണ്ടാക്റ്റ് വരുന്ന പോയിന്റ് എന്ന് പറയുന്നത് എയും മറ്റൊരു പോയിന്റ് ബിയും ആണ്, അല്ലേ? അപ്പോൾ പകുതി ഈ ഡബ്ല്യുവിൻ്റെ ലോഡിൻ്റെ പകുതി ലോഡായിട്ടുള്ള W/2 എ എന്ന് പറയുന്ന പോയിന്റിൽ താഴെ നിന്നും മുകളിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ബി എന്ന് പറയുന്ന പോയിന്റിൽ W/2 താഴെ നിന്നും മുകളിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഈ രണ്ട് ഫോഴ്സസ് അതിനെ നമ്മൾ ചുരുക്കത്തിൽ വിളിക്കുന്നതാണ് റിയാക്ഷൻ ഫോഴ്സസ്. അതിന് വിശദീകരിച്ച് വരച്ചിട്ടുള്ള ഡയഗ്രാമാണ് തൊട്ട് താഴെയായിട്ട് കാണുന്നത്. കണ്ടോ, ഇവിടെ നമ്മൾ ബീം വരച്ചു, എ ടു ബി ബീം വരച്ചു, ബീമിനെ ഡിനോട്ട് ചെയ്യുന്ന ലൈൻ വരച്ചു. അതിനുശേഷം എയിൽ റിയാക്ഷൻ ഫോഴ്സ് താഴെ നിന്ന് മുകളിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്, അല്ലെ? അപ്വേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ബിയിൽ അഗെയിൻ താഴെ നിന്ന് മുകളിലേക്ക് അപ്വേർഡ് ഡയറക്ഷനിൽ അടുത്ത റിയാക്ഷൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓൾറെഡി ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള W ലോഡ് അത് ഈ ബീമിൻ്റെ സെൻറ്ററിൽ മുകളിൽ നിന്ന് താഴത്തേക്ക് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഇത് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ W ലോഡിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ഈ RA+RB ആക്ട് ചെയ്യുന്നത്. അപ്പോൾ RAയുടെ വാല്യൂ എത്രയായിരിക്കും? W/2. RBയുടെ വാല്യൂ എത്രയായിരിക്കും? W/2. അപ്പോൾ നിങ്ങൾക്കറിയാം മുകളിൽ നിന്ന് W ലോഡ് ആക്ട് ചെയ്യുന്നു, ഇവിടെ W/2, ഇവിടെ W/2, അങ്ങനെ ഈ ടോട്ടൽ ലോഡ്സ് ബാലൻസ് ചെയ്ത് പോകും. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കണം. അപ്പോൾ ഇത്ര നാളും നമ്മൾ ചെയ്ത അതേ സ്റ്റെപ്സ് തന്നെ റിപ്പീറ്റായിട്ട് ചെയ്യാനായിട്ട് നമുക്ക് ആരംഭിക്കാം. അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ തന്നെ ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും എക്സ് ഡിസ്റ്റൻസ് ഇടത്തോട്ട് മാറിയിട്ട് XX എന്ന് പറയുന്നൊരു സെക്ഷൻ അത് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ XX എന്ന് പറയുന്ന സെക്ഷനിൽ അനുഭവപ്പെടുന്ന ഷിയർ ഫോഴ്സ് എത്രയായിരിക്കും? അതാണ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. നമുക്കറിയാം XX എന്ന് പറയുന്ന സെക്ഷനിൽ അനുഭവപ്പെടുന്ന ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? അതിന് വലതുവശത്തായിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. അപ്പോൾ നിങ്ങൾക്കറിയാം അതിന് വലതുവശത്തായിട്ട് ബി എന്ന് പറയുന്ന പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. എത്രയായിരിക്കും? ആ ഫോഴ്സിൻ്റെ ഏകദേശം ആ ഫോഴ്സ് തന്നെയായിരിക്കും ഈ XXൽ അനുഭവപ്പെടുന്നത്. എന്തുകൊണ്ടാണ്? ഈ XX എന്ന് പറയുന്ന ഭാഗത്തിനും ബിക്കും ഇടയിലായിട്ട് മറ്റ് ഫോഴ്സുകളൊന്നും തന്നെയില്ല. സോ ബിയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് തന്നെയാണ് XXലും അനുഭവപ്പെടുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട്, അല്ലേ? RBയുടെ വാല്യൂ എത്രയായിരുന്നു? W/2 ആയിരുന്നു, അല്ലേ? അതേപോലെ തന്നെ RAയുടെ വാല്യൂ എത്രയാണ്? W/2 ആണ്. അപ്പോൾ നമുക്ക് വാല്യൂ കിട്ടി. RB ഷിയർ ഫോഴ്സ് ആക്ടിങ് അറ്റ് XX എന്ന് പറയുന്നത് എത്രയായിരിക്കും? W/2 ആയിരിക്കും. ഇനി അതിൻ്റെ ഡയറക്ഷൻ ശ്രദ്ധിക്കുക. ഇത്ര നാൾ നമ്മൾ ചെയ്ത പ്രോബ്ലത്തിൽ ഫോഴ്സ് വന്നിരുന്നത് ഡൗൺവേർഡ് ഡയറക്ഷനിലാണ്, മുകളിൽ നിന്നും താഴേക്കാണ് ആക്ട് ചെയ്തിരുന്നത്, അല്ലേ? അത്തരത്തിലുള്ള ഫോഴ്സുകൾ എല്ലാം തന്നെ എന്തായിരുന്നു? പോസിറ്റീവായിരുന്നു. പക്ഷെ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടെ ഫോഴ്സ് അനുഭവപ്പെടുന്നത്, അല്ലെ? RB താഴെ നിന്നും മുകളിലേക്കാണ്. സോ അതെന്തായിരിക്കും? മൈനസ് ആയിരിക്കും, അഥവാ നെഗറ്റീവ് ആയിരിക്കും. സോ വാല്യൂ എത്രയാണ്? W/2 ആണ്, നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട്. -W/2 ആയിരിക്കും ഡയറക്ഷൻ കൂടി കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്. അതാണ് ഇവിടെ ഷിയർ ഫോഴ്സ് ആക്ടിങ് അറ്റ് XX ഈസ് ഈക്വൽ ടു -W/2 എന്ന് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ XX എന്ന് പറയുന്ന സെക്ഷനിൽ അനുഭവപ്പെടുന്ന ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് ഈക്വൽ ടു -W/2. അത് തന്നെയാണ് ബിയിലും ആക്ട് ചെയ്യുന്നത്. സോ ഷിയർ ഫോഴ്സ് അറ്റ് ബി ഈസ് ഈക്വൽ ടു എന്താണ്? -W/2 ആണ്. ഇനി അതേപോലെ ബി കഴിഞ്ഞു,
നെക്സ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് സി എന്ന് പറയുന്ന പോയിൻ്റാണ്. ഓക്കെ, അപ്പോൾ സി എന്ന് പറയുന്ന പോയിന്റിൽ ഏതൊക്കെ ഫോഴ്സസ് അനുഭവപ്പെടുന്നുണ്ട്? അപ്പോൾ ഈ സെക്ഷൻ എക്സ് എന്നുള്ള സെക്ഷൻ നമ്മൾ സിയിലാണ് വരച്ചിട്ടുള്ളതെന്ന് ഇമാജിൻ ചെയ്യുക. ആ പോയിന്റും അതിന് വലതുവശത്തേക്ക് ഏതൊക്കെ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട് എന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, ഡൗൺവേർഡ് ഡയറക്ഷനിൽ W ആക്ട് ചെയ്യുന്നുണ്ട്. ഡൗൺവേർഡ് ഡയറക്ഷൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ വാല്യൂ എത്രയാണ്? പോസിറ്റീവാണ്, പോസിറ്റീവ് W ആണ്. അതുപോലെ അപ്വേർഡ് ഡയറക്ഷനിൽ -W/2 ആക്ട് ചെയ്യുന്നുണ്ട്. അപ്വേർഡ് ഡയറക്ഷൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. സോ W - W/2 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? W/2. അങ്ങനെയാണ് ഷിയർ ഫോഴ്സ് അറ്റ് സി ഈക്വൽ ടു W/2 എന്ന് കിട്ടുന്നത്. ഓക്കെ, ആ വാല്യൂ നമ്മളിവിടെ എഴുതി വെച്ചു. ഇനി ഷിയർ ഫോഴ്സ് അറ്റ് എ കാൽക്കുലേറ്റ് ചെയ്യണം. ഷിയർ ഫോഴ്സ് അറ്റ് എ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, എയിലെയും സിയിലെയും വാല്യൂസ് മാത്രം കൺസിഡർ ചെയ്താൽ മതി, ബിയിലെ വാല്യൂ കൺസിഡർ ചെയ്യേണ്ട. അപ്പോൾ നിങ്ങൾക്കറിയാം സിയിൽ അനുഭവപ്പെടുന്ന വാല്യൂ എത്രയാണ്? W ആണ്. അത് താഴത്തേക്ക് ആയതുകൊണ്ട് പോസിറ്റീവാണ്. സോ W. അതേപോലെ തന്നെ എയിൽ അനുഭവപ്പെടുന്ന വാല്യൂ എത്രയാണ്? W/2 ആണ്. അത് അപ്വേർഡ് ഡയറക്ഷനിലായതുകൊണ്ട് മൈനസ് ആണ്. സോ W - W/2 അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. W - W/2 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? വാല്യൂ W/2 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ ഷിയർ ഫോഴ്സ് അറ്റ് ബി ഈക്വൽ ടു -W/2, ഷിയർ ഫോഴ്സ് അറ്റ് സി ഈക്വൽ ടു W/2, ഷിയർ ഫോഴ്സ് അറ്റ് എ ഈക്വൽ ടു W/2. ഇനി നമുക്ക് അതിൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാനായിട്ട് ആരംഭിക്കാം. അപ്പോൾ അതിന് ഉള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? എ ടു ബി ഒരു ലൈൻ വരയ്ക്കുന്നു. നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ എ ടു ബി, ബീമിൻ്റെ ലെങ്ത് എത്രയാണോ ആ ലെങ്ത്തിൽ ലൈൻ വരയ്ക്കുന്നു. ഇനി ബി എന്ന് പറയുന്ന പോയിന്റിൽ അനുഭവപ്പെടുന്ന ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് -W/8 ആണ്, അല്ലേ? മൈനസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ താഴത്തോട്ട് വേണം വരയ്ക്കാനായിട്ട്. -W/8 ലെങ്ത്തിൽ താഴത്തോട്ട് ലൈൻ വരച്ചു. അതിനുശേഷം സി വരെ അതിൻ്റെ വാല്യൂ -W/8 തന്നെയാണ്, അല്ലേ? സോ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു, സി വരെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. സിയിലെത്തുമ്പോൾ ആ -W/8 എന്നുള്ളത് W/2 ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. സോ എഗെയിൻ മുകളിലേക്ക് വരച്ച് W/2 വരെ നമ്മൾ കണ്ടിന്യൂ ചെയ്തു ആ ലൈൻ. അപ്പോൾ സിയിലെ വാല്യൂ എന്ന് പറഞ്ഞാൽ W/2 ആണ്, പോസിറ്റീവ് വാല്യൂ ആണ്. സോ പോസിറ്റീവ് വാല്യൂ വരച്ചു. അതിനുശേഷം എ വരെയുള്ള വാല്യൂ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? W/2 തന്നെയാണ്. എഗെയിൻ ഇത് സ്ട്രെയിറ്റ് ലൈൻ ലെഫ്റ്റിലേക്ക് വരച്ചിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇതാണ് അതിൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ബി തൊട്ട് സി വരെ മൈനസ് വാല്യൂ ആണ്, നെഗറ്റീവ് വാല്യൂ ആണ്, അതുകൊണ്ട് താഴത്തേക്ക് വേണം വരയ്ക്കാനായിട്ട്. അതുപോലെ സി തൊട്ട് എ വരെ പോസിറ്റീവ് വാല്യൂ ആണ്, അതുകൊണ്ട് അത് മുകളിലേക്കായിട്ട് വേണം വരയ്ക്കാനായിട്ട്. പോസിറ്റീവ് വാല്യൂ എപ്പോഴും മുകളിലേക്കും നെഗറ്റീവ് വാല്യൂ എപ്പോഴും താഴത്തേക്ക് വേണം വരയ്ക്കാനായിട്ട്. അപ്പോൾ ഷിയർ ഫോഴ്സ് ഡയഗ്രാം നമ്മൾ വരച്ചു കഴിഞ്ഞു, കംപ്ലീറ്റ് ആയി. അടുത്തതായിട്ട് നമുക്ക് വരയ്ക്കേണ്ടത് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രമാണ്. അപ്പോൾ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഓരോ സെക്ഷനിലുള്ള വാല്യൂസ് കണ്ടുപിടിക്കണം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഏതാണ്? ബി ആണ്. ബിയിൽ അനുഭവപ്പെടുന്ന ബെൻഡിങ് മൊമെൻറ്റ് എത്ര? അതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. നമുക്കറിയാം എപ്പോഴും സ്റ്റാർട്ടിംഗ് പോയിന്റിലെ ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ ബെൻഡിങ് മൊമെൻറ്റ് ആക്ടിങ് അറ്റ് ബി ഈസ് ഈക്വൽ ടു എന്ത് തന്നെയാണ്? 0 ആണ്, അല്ലേ? അതേപോലെ തന്നെ എ എന്ന് പറയുന്ന പോയിന്റിലും അനുഭവപ്പെടുന്ന ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറയുന്നത് 0 തന്നെയായിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ ബിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ബെൻഡിങ് മൊമെൻറ്റ് ആക്ടിങ് അറ്റ് ബി ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അതിനുശേഷം നെക്സ്റ്റ് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് എങ്ങനെയാണ്? അതേപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. അതായത് ബെൻഡിങ് മൊമെൻറ്റ് ഓഫ് ബി മൈനസ് ബെൻഡിങ് മൊമെൻറ്റ് ഓഫ് സി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ഏരിയ ഓഫ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം ബിറ്റ്വീൻ ബി ആൻഡ് സി. ഓക്കെ, അപ്പോൾ ബെൻഡിങ് മൊമെൻറ്റ് ഓഫ് ബി ഈസ് ഈക്വൽ ടു 0 എന്ന് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സോ ബെൻഡിങ് മൊമെൻറ്റ് ഓഫ് ബി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 0 തന്നെയായിരിക്കും. മൈനസ് ബെൻഡിങ് മൊമെൻറ്റ് ഓഫ് സി, അതിൻ്റെ വാല്യൂ നമുക്ക് അറിയത്തില്ല, ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം ബിറ്റ്വീൻ ബി ആൻഡ് സി, അല്ലേ? അപ്പോൾ ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ആണ്. ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഈ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് ഇൻറ്റു ഇതിൻ്റെ ബ്രെഡ്ത്ത്. അപ്പോൾ സി തൊട്ട് ബി വരെയുള്ള ഭാഗമാണ് ലെങ്ത്ത് എന്ന് പറയുന്നത്. ആ ഡിസ്റ്റൻസ് എത്രയാണ്? ഇവിടെ L/2 എന്ന് നിങ്ങൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലെ? നിങ്ങൾക്ക് അറിയാം. അപ്പോൾ സി ടു ബി വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് L/2 ആയിരിക്കും, അല്ലേ? അതേപോലെ ഈ ഒരു ഡിസ്റ്റൻസ് താഴത്തേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ബ്രെഡ്ത്ത്. ആ ബ്രെഡ്ത്തിൻ്റെ വാല്യൂ എത്രയാണ്? -W/2 ആണ്, അല്ലേ? അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ എങ്ങനെ കിട്ടും? 0 മൈനസ് ബെൻഡിങ് മൊമെൻറ്റ് ഓഫ് സി ഈസ് ഈക്വൽ ടു -W/2 ഇൻറ്റു L/2 എന്ന് വരും, അല്ലേ? അതായത് സി തൊട്ട് ബി വരെയുള്ള ദൂരം L/2, അതുപോലെ താഴത്തോട്ടുള്ള ഡിസ്റ്റൻസ് -W/2. അങ്ങനെയാണ് -W/2 ഇൻറ്റു L/2 എന്ന് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ മൈനസ് ബെൻഡിങ് മൊമെൻറ്റ് ഓഫ് സി ഈസ് ഈക്വൽ ടു -WL/4 എന്ന് വരും, അല്ലേ? മൈനസ് ആണ്,
രണ്ട് സ്ഥലത്തും മൈനസ് ഉണ്ട്. ഇവിടെ മൈനസ് വരുന്നുണ്ട്, റൈറ്റ് സൈഡിൽ മൈനസ് വരുന്നുണ്ട്. നമുക്ക് അപ്പോൾ ലെഫ്റ്റ് സൈഡിലെ മൈനസ് നമുക്ക് ഒഴിവാക്കാം. ഇവിടെ ഒഴിവാക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി റൈറ്റ് സൈഡിലെ മൈനസും ഒഴിവാകും അല്ലേ. അങ്ങനെയാണെങ്കിൽ ബെൻഡിങ് മൊമെന്റ് ഓഫ് സി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? WL/4 എന്ന് വരും. ഇനി അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? രണ്ട് സൈഡിലും നെഗറ്റീവ് വാല്യൂ വെച്ച് -1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലും മതി അല്ലേ. അപ്പോൾ -1 ഇൻറ്റു നെഗറ്റീവ് വാല്യൂ ഇത് പോസിറ്റീവായിട്ട് മാറും. ബെൻഡിങ് മൊമെന്റ് ഓഫ് സി ഈസ് ഈക്വൽ ടു നെഗറ്റീവ് വാല്യൂ ഇൻറ്റു -1 ഇൻറ്റു ഈ നെഗറ്റീവ് വാല്യൂ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടുത്തെ നെഗറ്റീവ് പോയിട്ട് പോസിറ്റീവ് WL/4 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ബെൻഡിങ് മൊമെന്റ് ഓഫ് സി ഈസ് ഈക്വൽ ടു WL/4 ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടി. ഈ യൂണിറ്റ് എഴുതാനായിട്ട് മറക്കരുത്, ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യും? ബെൻഡിങ് മൊമെന്റ് ഓഫ് സി മൈനസ് ബെൻഡിങ് മൊമെന്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ഷിയർ ഫോഴ്സ് ഡയഗ്രം ബിറ്റ്വീൻ എ ആൻഡ് ബി അല്ലേ. അപ്പോൾ ബെൻഡിങ് മൊമെന്റ് ഓഫ് സി ഓൾറെഡി നിങ്ങളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എത്രയാ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്? എത്രയാ? WL/4. സോ WL/4 എടുത്ത് എഴുതി മൈനസ് ബെൻഡിങ് മൊമെന്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു, അതിൻ്റെ വാല്യൂ നമുക്ക് അറിയത്തില്ല, സോ അങ്ങനെ തന്നെ കടന്നോട്ടെ, ഈസ് ഈക്വൽ ടു ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഏരിയ എങ്ങനെയാണ്? നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ ലെങ്ത് എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്റ്റൻസ്, അതിൻ്റെ വാല്യൂ എത്രയായിരിക്കും? L/2 ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാ? W/2. സോ L/2 ഇൻറ്റു W/2 അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. L/2 ഇൻറ്റു W/2 എന്നുള്ളത് ജസ്റ്റ് W/2 ഇൻറ്റു L/2 എന്ന് എഴുതി അല്ലേ. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു എന്ത് തന്നെയാണ്? ബ്രെഡ്ത്ത് ഇൻറ്റു ലെങ്ത് തന്നെയാണ്. സോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം, നിങ്ങളുടെ ഇഷ്ടത്തിന് എഴുതാം. അപ്പോൾ WL/4 മൈനസ് ബെൻഡിങ് മൊമെന്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു W/2 ഇൻറ്റു L/2 എന്ന് കിട്ടും. W/2 ഇൻറ്റു L/2 എന്ന് വെച്ചാൽ എന്ത് വരും? അതിൻ്റെ വാല്യൂ WL/4 എന്ന് വരും. അപ്പോൾ ഇവിടെ ഒരു WL/4 വരുന്നുണ്ട്, റൈറ്റ് സൈഡിലും ഒരു WL/4 വരുന്നുണ്ട്. ഓട്ടോമാറ്റിക്കലി അതെന്ത് ചെയ്യും? ഈ ഒരു WL/4 പോസിറ്റീവ് WL/4നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് നെഗറ്റീവായിട്ട് മാറും. സോ WL/4 മൈനസ് WL/4 നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത് എന്തായി പോകും? 0 ആയി പോകും. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ എഴുതിയിട്ടുള്ളത്. കണ്ടോ? മൈനസ് ബെൻഡിങ് മൊമെന്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു 0. നെഗറ്റീവ് വാല്യൂ 0 ആണ്. അങ്ങനെയാണെങ്കിൽ പോസിറ്റീവ് വാല്യൂ എന്ത് തന്നെയായിരിക്കും? 0 തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ബെൻഡിങ് മൊമെന്റും കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ ബി എന്ന് പറയുന്ന പോയിന്റിൽ അനുഭവപ്പെടുന്ന ബെൻഡിങ് മൊമെന്റ് 0 ആണ്. അതുപോലെ എ എന്ന് പറയുന്ന പോയിന്റിൽ അനുഭവപ്പെടുന്ന ബെൻഡിങ് മൊമെന്റ് 0 ആണ്. മാക്സിമം ബെൻഡിങ് മൊമെന്റ് അനുഭവപ്പെടുന്ന എവിടെയായിരിക്കും? സെൻറ്റർ പോയിന്റിൽ ആയിരിക്കും. ഇനി നമുക്ക് ഡയഗ്രാം വരയ്ക്കാനായിട്ട് ആരംഭിക്കാം. എക്സാക്ട് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരച്ചതിൻ്റെ താഴത്തേക്ക് തന്നെ പ്രൊജക്ഷൻ ലൈൻസ് വരയ്ക്കുക. അതിനുശേഷം A to B ബീമിൻ്റെ ലെങ്ത് എത്രയാണോ അത് വരയ്ക്കുക. അപ്പോൾ ബീമിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് L ആണ്. സോ L ലെങ്ത്തിൽ ബീം A to B ലൈൻ വരച്ചു. ഇനി ഇവിടെ ബെൻഡിങ് മൊമെന്റ് വാല്യൂ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. സോ നിങ്ങൾ ഈ വരച്ച ലൈനിൻ്റെ മുകളിലേക്ക് മാത്രമേ വരയ്ക്കേണ്ട ആവശ്യമുള്ളൂ, താഴത്തോട്ട് വരയ്ക്കേണ്ട ആവശ്യമില്ല അല്ലേ. അപ്പോൾ ബിയിലെ ബെൻഡിങ് മൊമെന്റ് എത്രയാണ്? 0 എന്ന് നിങ്ങൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ആ 0 അതായത് ബിയിൽ നിന്നും തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇനി ബെൻഡിങ് മൊമെന്റ് അറ്റ് സി എന്ന് പറഞ്ഞാൽ മിഡ് പോയിന്റ് ആണ് അല്ലേ. W ലോഡ് ആക്ട് ചെയ്യുന്ന മിഡ് പോയിന്റ് അത് എത്രയാണ്? WL/4. സോ WL/4 മുകളിലേക്ക് പോയിന്റ് മാർക്ക് ചെയ്യുക. അപ്പോൾ B2 WL/4 ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. കണ്ടോ? അപ്പോൾ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ നിങ്ങൾക്ക് കിട്ടും. എഗെയിൻ എയിൽ അനുഭവപ്പെടുന്ന ബെൻഡിങ് മൊമെന്റ് എത്രയാണ്? 0 ആണ് അല്ലേ. അപ്പോൾ എഗെയിൻ അനദർ ലൈൻ യൂസ് ചെയ്തിട്ട് എയിലേക്ക് അത് യോജിപ്പിക്കുക. അപ്പോൾ ഇത്തരത്തിൽ രണ്ട് ട്രയാങ്കിൾ കൂട്ടി വെച്ചാൽ അല്ലേ, ഒരു ട്രയാങ്കിൾ ഷേപ്പായിട്ട് നമുക്ക് പറയാം. ഇത്തരത്തിൽ രണ്ട് മിനി ട്രയാങ്കിൾ കൂട്ടി വെച്ചാൽ കിട്ടുന്ന ഒരു ലാർജർ ട്രയാങ്കിൾ, ആ ഷേപ്പിലായിട്ടായിരിക്കും ഇതിൻ്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം കിട്ടുന്നത്. ഇനി എല്ലാ ബെൻഡിങ് മൊമെന്റ് വാല്യൂം പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ AB എന്ന് പറയുന്ന ലൈന് മുകളിലേക്ക് മാത്രമാണ് നമ്മൾ വരയ്ക്കേണ്ട ആവശ്യമുള്ളൂ, താഴത്തേക്ക് വരയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്തരത്തിലായിരിക്കും ഷിയർ ഫോഴ്സ് ഡയഗ്രാം ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം സിംപ്ലി സപ്പോർട്ടഡ് ബീംസിൻ്റെ കേസിൽ വരയ്ക്കുന്നത്. ഇനി അതിൻ്റെ ഒരു സാമ്പിൾ പ്രോബ്ലം നമുക്ക് ചെയ്തു നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഈ ബീമിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 2 മീറ്റർ പ്ലസ് 2 മീറ്റർ പ്ലസ് 2 മീറ്റർ 6 മീറ്റർ ലെങ്ത്തുള്ള ബീമാണ് തന്നിട്ടുള്ളത് A to B. ഇവിടെ രണ്ട് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. A എന്ന് പറയുന്ന സിംപ്ലി സപ്പോർട്ടിൽ നിന്നും 2 മീറ്റർ വലത്ത് മാറി 30 ന്യൂട്ടൺ ലോഡ് താഴത്തേക്ക് ആക്ട് ചെയ്യുന്നു. ഓക്കെ, അതേപോലെ തന്നെ 2 മീറ്റർ വീണ്ടും വലത്തോട്ട് മാറി 10 ന്യൂട്ടൺ ഫോഴ്സ് താഴത്തേക്ക് ആക്ട് ചെയ്യുന്നു. അതിനുശേഷം ഏകദേശം 2 മീറ്റർ വലത്തോട്ട് മാറിയിട്ടായിരിക്കും അതിൻ്റെ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ റെസ്റ്റിംഗ് എൻഡ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ ബീം ലെങ്ത് 6 മീറ്റർ ആണ്. എയിൽ നിന്നും 2 മീറ്റർ വലത്തോട്ട് മാറി 20 ന്യൂട്ടൺ താഴത്തേക്ക് ആക്ട് ചെയ്യുന്നു. ബിയിൽ നിന്നും 2 മീറ്റർ ഇടത്തോട്ട് മാറി സിയിൽ താഴത്തേക്ക് 10 ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കണം, അതുപോലെ തന്നെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കണം. അപ്പോൾ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ കണ്ടെത്തേണ്ടത് എന്താണ്? A എന്ന് പറയുന്ന പോയിന്റിൽ ആക്ട് ചെയ്യുന്ന റിയാക്ഷൻ ഫോഴ്സ്, അതുപോലെ B എന്ന് പറയുന്ന പോയിന്റിൽ ആക്ട് ചെയ്യുന്ന റിയാക്ഷൻ ഫോഴ്സ്. അപ്പോൾ നമുക്കറിയാം
അപ്വേർഡ് ഫോഴ്സസിൻ്റെ സമ്മിനോട് ഈക്വൽ ആയിരിക്കും എന്ത് ഡൗൺവേർഡ് ഫോഴ്സിൻ്റെ സമ്മ്. കുറച്ചുകൂടിയും സിമ്പിളറായിട്ട് പറയുകയാണെങ്കിൽ താഴത്തേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഏതൊക്കെയാണ് ഉള്ളത്? ഈ 20 ന്യൂട്ടൺ അല്ലേ പ്ലസ് 10 ന്യൂട്ടൺ. അപ്പോൾ 20 പ്ലസ് 10 30. ഈ സീക്വൽ ടു എന്തായിരിക്കും? എയിൽ ആക്ട് ചെയ്യുന്ന റിയാക്ഷൻ ഫോഴ്സ് RA പ്ലസ് ബിയിൽ ആക്ട് ചെയ്യുന്ന റിയാക്ഷൻ ഫോഴ്സ് RB. അതാണ് ഈ ഇക്വേഷൻ എഴുതിയിട്ടുള്ളത്. കണ്ടോ? മുകളിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് RA പ്ലസ് RB ഈ സീക്വൽ ടു താഴത്തേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് 30 പ്ലസ് 10 സോറി 30 അല്ല 20 ആണ്. 20 പ്ലസ് 10. അപ്പോൾ RA പ്ലസ് RB ഈസ് ഈക്വൽ ടു 20 പ്ലസ് 10 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും? 30 ന്യൂട്ടൺ എന്നായിരിക്കും നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ. ഓക്കെ, ഈ ഒരു കേസിൽ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ സെയിം മെത്തേഡല്ല യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ മൊമെൻറ്റും കൂടി കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് മൊമെൻറ്റ് എടുക്കാം, അതല്ലെങ്കിലോ ബി എന്ന് പറയുന്ന പോയിന്റിനെ ബേസ് ചെയ്തിട്ട് മൊമെൻറ്റ് എടുക്കാം. ഞാനിവിടെ എടുക്കുന്നത് എ എന്ന് പറയുന്ന പോയിന്റാണ്. അപ്പോൾ വേറെ ഒന്നുമില്ല, എ എന്ന് പറയുന്ന പോയിന്റിനെ ബേസ് ചെയ്തിട്ട് മൊമെൻറ്റ് എടുക്കുന്ന സമയത്ത് ആ പോയിന്റിന് വലത്തോട്ട് ഏതൊക്കെ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട്, ആ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് അതായിരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റിന് വലതുവശത്തേക്കുള്ള ഫോഴ്സസ് ഏതൊക്കെയാണ്? 20 ന്യൂട്ടൺ 2 മീറ്റർ വലത്തോട്ട് മാറിയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. സോ 20 ഇൻറ്റു 2 പ്ലസ് 10 ന്യൂട്ടൺ ഫോഴ്സ് 4 മീറ്റർ വലത്തോട്ട് മാറിയിട്ട്. സോ 10 ഇൻറ്റു 4 ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? RB ഇൻറ്റു 2 പ്ലസ് 2 പ്ലസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 6. അപ്പോൾ 20 ഇൻറ്റു 2 പ്ലസ് 10 ഇൻറ്റു 4 ഈസ് ഈക്വൽ ടു RB ഇൻറ്റു 6. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എടുക്കാൻ കാരണം? ഈ 20 ന്യൂട്ടൺ ഫോഴ്സ് താഴത്തേക്കാണ് ആക്ട് ചെയ്യുന്നത്, 10 ന്യൂട്ടൺ ഫോഴ്സ് താഴത്തേക്കാണ് ആക്ട് ചെയ്യുന്നത്. സോ ആ രണ്ട് ഫോഴ്സിൻ്റെ മൊമെൻറ്റ് അത് നമുക്ക് ഒരുമിച്ച് കാൽക്കുലേറ്റ് ചെയ്യാം, പ്ലസ് ചെയ്താൽ മതി. എന്തുകൊണ്ടാണ്? രണ്ട് ഫോഴ്സും താഴത്തേക്കാണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ 20 ഇൻറ്റു 2 പ്ലസ് 10 ഇൻറ്റു 4 അങ്ങനെ എടുക്കാൻ കാരണം. ഈ സീക്വൽ ടു RB എന്ന് പറയുന്ന റിയാക്ഷൻ ഫോഴ്സ് അതെന്താ എങ്ങനെ ആക്ട് ചെയ്യുന്നത്? അപ്വേർഡ് ഡയറക്ഷനിലാണ്, നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അതുകൊണ്ടാണ് ഈക്വൽ ടു RB ഇൻറ്റു 6 എന്ന് നമ്മൾ എടുക്കാനായിട്ട് കാരണം. അപ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദാറ്റ് ഫോഴ്സ് ആൻഡ് മൊമെൻറ്റ് ടേക്കിംഗ് പോയിന്റ് അല്ലേ? ഇപ്പോൾ ഇവിടുത്തെ മൊമെൻറ്റ് ടേക്കിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എ ആണ്. സോ എ തൊട്ട് ബി വരെയുള്ള ദൂരം അല്ലെങ്കിൽ എ തൊട്ട് സി വരെയുള്ള ദൂരം അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്, ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. അപ്പോൾ 20 ഇൻറ്റു 2 പ്ലസ് 10 ഇൻറ്റു 4 ഈസ് ഈക്വൽ ടു RB ഇൻറ്റു 6 അങ്ങനെ കിട്ടും. ആ ഇക്വേഷൻ ഷോർട്ടൺ ചെയ്ത് എഴുതുമ്പോൾ എങ്ങനെ വരും? 20 ഇൻറ്റു 2 എന്ന് വെച്ചാൽ എത്രയാണ്? 40 പ്ലസ് 10 ഇൻറ്റു 4 അഗെയിൻ 40 ഈസ് ഈക്വൽ ടു 6 RB എന്ന് കിട്ടും. 40 പ്ലസ് 40 എത്രയാണ്? 80 ആണ്. സോ RB ഈസ് ഈക്വൽ ടു 80 ഡിവൈഡ് ബൈ 6. RB ഈസ് ഈക്വൽ ടു 80. സോ RB ഈസ് ഈക്വൽ ടു 80 ബൈ 6. അപ്പോൾ നമുക്ക് ചെയ്ത് വരുമ്പോൾ ഏകദേശം 13.83 ന്യൂട്ടൺ അത്രയും വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ RBയുടെ വാല്യൂ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? നമുക്ക് മുകളിലൊരു ഇക്വേഷൻ അറിയാം, RA പ്ലസ് RB ഈസ് ഈക്വൽ ടു 30 ന്യൂട്ടൺ. അതിലേക്ക് ഇട്ട് കൊടുത്താൽ പോലെ RBയുടെ വാല്യൂ എത്രയാണ്? 13 സംതിങ് അത്രയാണ് വാല്യൂ കിട്ടിയിട്ടുള്ളത്. സോ RA ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ആ 30-ൽ നിന്നും ഇപ്പം നമ്മൾ ഇട്ട് കൊടുത്ത വാല്യൂ കുറച്ചാൽ നമുക്ക് RAയുടെ വാല്യൂ കിട്ടും. ഓക്കെ, ഏകദേശം ഒരു 16 സംതിങ് അത്രയും ന്യൂട്ടൺ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ RAയുടെ വാല്യൂ കണ്ടുപിടിച്ചു, RBയുടെ വാല്യൂ കണ്ടുപിടിച്ചു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് മുകളിൽ കൊടുത്തിരിക്കുന്ന ഡയഗ്രാം അതിൽ RAയുടെ വാല്യൂം RBയുടെ വാല്യൂം കണ്ടെത്തിയിട്ടുണ്ട് അല്ലേ? ആ ഡയഗ്രാം ഒന്നുകൂടിയും രണ്ടാമത് വരയ്ക്കാം. താഴെ തന്നെയായിട്ട് ആ ബീമിൻ്റെ ലെങ്ത് എത്രയായിരുന്നു? 2 പ്ലസ് 2 പ്ലസ് 2 6 മീറ്ററാണ് ലെങ്ത്. സോ എ തൊട്ട് ബി വരെയുള്ള ദൂരം 6 മീറ്റർ. ഒരു ലൈൻ വരച്ചു അല്ലേ? ഇനി ബിയിൽ ആക്ട് ചെയ്യുന്ന റിയാക്ഷൻ ഫോഴ്സ് RB അത് വരയ്ക്കുക, താഴെ നിന്ന് മുകളിലേക്ക്. എത്രയാണ്? RB ഈക്വൽ ടു 13.3 ന്യൂട്ടൺ. അതുപോലെ സിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഇവിടെ ഓൾറെഡി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, എത്രയാണ്? 10 ന്യൂട്ടൺ മുകളിൽ നിന്ന് താഴേക്ക്, അത് വരച്ചു വെച്ചു. എഗെയിൻ ബിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് 20 ന്യൂട്ടൺ നമുക്ക് തന്നിട്ടുണ്ട്. സോ അതും വരച്ചു വെച്ചു. എയിൽ ആക്ട് ചെയ്യുന്ന റിയാക്ഷൻ ഫോഴ്സ് RA അത് താഴെ നിന്ന് മുകളിലേക്കാണ് ആക്ട് ചെയ്യുന്നത്. ദാറ്റ് വാല്യൂ എത്രയായിരുന്നു? 16.8 അല്ലേ? 16.67 ന്യൂട്ടൺ. അതും എഴുതി വെച്ചു അല്ലേ? ശ്രദ്ധിക്കേണ്ട കാര്യം സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ രണ്ട് സൈഡിലും ലെഫ്റ്റ് എൻഡും റൈറ്റ് എൻഡിലും ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് താഴെ നിന്നും മുകളിലേക്കായിരിക്കും. അതിനിടയിൽ വരുന്ന ലോഡുകളെല്ലാം തന്നെ മുകളിൽ നിന്നും താഴേക്കായിരിക്കും ലോഡുകൾ വരുന്നത്. അപ്പോൾ മുകളിൽ നിന്നും താഴത്തേക്ക് ആക്ട് ചെയ്യുന്ന ലോഡുകളുടെ സമ്മ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? താഴെ നിന്ന് മുകളിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ സമ്മിനോട് ഈക്വൽ ആയിരിക്കും. അപ്വേർഡ് ഫോഴ്സസ് ഈസ് ഈക്വൽ ടു ഡൗൺവേർഡ് ഫോഴ്സസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡയഗ്രാം വരച്ചു. നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കണം. അതിനായിട്ട് ഓരോ പോയിന്റിലും ആക്ട് ചെയ്യുന്ന ഷിയർ ഫോഴ്സസ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇപ്പോൾ രണ്ടാമത് വരച്ച ആ ഒരു ഫിഗർ അതിൻ്റെ ബി എന്ന് പറയുന്ന എൻഡിൽ നിന്നും ലെഫ്റ്റിലേക്ക് മാറി XS എന്നൊരു സെക്ഷൻ
ഞാൻ മാർക്ക് ചെയ്തു. ഓക്കെ, നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ തന്നെ. എന്നിട്ട് നമ്മൾ എന്തായിരിക്കും ചെയ്യുക? എക്സസ് എന്ന് പറയുന്ന സെഷനിൽ ആക്ട് ചെയ്യുന്ന ഷിയർ ഫോഴ്സ് അത് എത്രയാണെന്ന് കണ്ടുപിടിക്കും അല്ലേ? നിങ്ങൾക്കറിയാം ഇവിടെ എക്സെക്സിനും ബിക്കും ഇടയിൽ വേറെ ഫോഴ്സസ് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് ബിയിൽ ആക്ട് ചെയ്യുന്ന ഷിയർ ഫോഴ്സ് എത്രയാണോ അത് തന്നെയായിരിക്കും എക്സെക്സിനും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് അത് കാൽക്കുലേറ്റ് ചെയ്യാം. ബിയിൽ ആക്ട് ചെയ്യുന്ന ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വേറെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? ആർ ബി സിക്കൽ ടു 13.33 അല്ലേ? ആ ഒരു ഫോഴ്സ് മാത്രമേ ഉള്ളൂ. സോ അതായിരിക്കും ഫോഴ്സ്, ഷിയർ ഫോഴ്സ് ആക്ടിങ് അറ്റ് എക്സ് എക്സ്. ബിയിൽ ആക്ട് ചെയ്യുന്നതും എക്സ് എക്സിൽ ആക്ട് ചെയ്യുന്നതും സെയിം ആണ് അല്ലേ? ഷിയർ ഫോഴ്സ് അറ്റ് ബി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 13.33 ന്യൂട്ടൺ ആയിരിക്കും. എക്സ് എക്സിൽ ആക്ട് ചെയ്യുന്നതും 13.33 ന്യൂട്ടൺ ആയിരിക്കും. ഇനി എന്തുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് വാല്യൂ കൊടുക്കാൻ കാരണം? ബിക്കോസ് താഴെ നിന്ന് മുകളിലേക്കാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഷിയർ ഫോഴ്സിൻ്റെ റൂൾ അനുസരിച്ചിട്ട് ഒരു സെക്ഷൻ ഇമാജിൻ ചെയ്യുമ്പോൾ ആ സെക്ഷൻ്റെ വലതുവശത്ത് താഴെ നിന്ന് മുകളിലേക്കാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അത് നെഗറ്റീവ് ആയിരിക്കും അല്ലേ? അപ്പോൾ ഷിയർ ഫോഴ്സ് ആക്ടിങ് അറ്റ് എക്സസ് ഈസ് ഈക്വൽ ടു -13.33 ന്യൂട്ടൺ. അതുപോലെ തന്നെ ഷിയർ ഫോഴ്സ് അറ്റ് ബി ഈക്വൽ ടു -13.33 ന്യൂട്ടൺ. ഇത് എവിടെ നിന്നാണ് കിട്ടിയത്? ഓൾറെഡി നമ്മൾ ആർ ബിയുടെ വാല്യൂ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. സോ ആ വാല്യൂ ആണ് 13.33 ന്യൂട്ടൺ. ഇനി ബി എന്ന് പറയുന്ന പോയിന്റ് കഴിഞ്ഞു. അടുത്ത പോയിന്റ് ഏതായിരിക്കും? സി ആണ്. ലെഫ്റ്റ് സൈഡിലെ പോയിന്റ് സി. സിയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അല്ലേ? അപ്പോൾ ഒരു 10 ന്യൂട്ടൺ മുകളിൽ നിന്ന് താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. ബിയിലായിട്ട് -13.33 ന്യൂട്ടൺ താഴെ നിന്ന് മുകളിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഷിയർ ഫോഴ്സ് അറ്റ് സി ഈസ് ഈക്വൽ ടു 10 - 13.33 അല്ലേ? താഴേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് പോസിറ്റീവാണ്, മുകളിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് നെഗറ്റീവാണ്. സോ 10ൽ നിന്നും 13 കുറയ്ക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്ത് തന്നെയായിരിക്കും? നെഗറ്റീവ് വാല്യൂ ആയിരിക്കും അല്ലേ? ചെറിയ വാല്യൂവിൽ നിന്നും വലിയ വാല്യൂ കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്ത് തന്നെയായിരിക്കും? നെഗറ്റീവ് വാല്യൂ തന്നെയായിരിക്കും. -3.33 ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പോൾ ഷിയർ ഫോഴ്സ് അറ്റ് സി സിക്കൽ എത്രയാണ്? -3.33 ന്യൂട്ടൺ. അങ്ങനെ ആയിരിക്കും ആൻസർ കിട്ടുക. അടുത്തതായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡി എന്ന് പറയുന്ന പോയിന്റിലാണ് അല്ലേ? ഡി എന്ന് പറയുന്ന പോയിന്റിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഏതൊക്കെ ഫോഴ്സസ് ഉണ്ട്? കണ്ടോ, ഇതാണ് ഡി. ആ ഡി എന്ന് പറയുന്ന വരുന്ന പോയിന്റ്, ആ പോയിന്റിന് വലതുവശത്തായിട്ട് ഏതൊക്കെ ഉണ്ടെന്ന് നോക്കുക. ആ പോയിന്റിലും വലതുവശത്തായിട്ട് ഏതൊക്കെ ഫോഴ്സസ് ഉണ്ടെന്ന് നോക്കുക. അപ്പോൾ ഡി എന്ന് പറയുന്ന പോയിന്റിൽ 20 ന്യൂട്ടൺ താഴത്തേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ 20 പ്ലസ് സി എന്ന് പറയുന്ന പോയിന്റിൽ ഏതൊക്കെയുണ്ട്? 10 ന്യൂട്ടൺ താഴത്തേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. സോ 20 + 10 മൈനസ് താഴെ നിന്ന് മുകളിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏതായിരുന്നു? -13.33 അല്ലേ? അപ്പോൾ അത്രയും ഫോഴ്സസിൻ്റെ ആകത്തുക അതായിരിക്കും ബിയിൽ അനുഭവപ്പെടുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? 20 + 10 30 മൈനസ് 13.33. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? വലിയ പോസിറ്റീവ് വാല്യൂവിൽ നിന്നും ചെറിയ നെഗറ്റീവ് വാല്യൂ കുറയ്ക്കുകയാണ്. അപ്പോൾ കിട്ടുന്ന വാല്യൂ പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. 16.67 ന്യൂട്ടൺ എന്നായിരിക്കും നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നത്. ഇനി ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഏതായിരിക്കും? ഷിയർ ഫോഴ്സ് അറ്റ് എ അല്ലേ? എ എന്ന് പറയുന്ന പോയിന്റിൽ അനുഭവപ്പെടുന്ന ഷിയർ ഫോഴ്സ്. അവിടെ ആ പോയിന്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് എ എന്ന് പറയുന്ന പോയിന്റിന് വലതുവശത്തേക്കുള്ള ഫോഴ്സസ് എടുത്താൽ മതി. നിങ്ങൾക്കറിയാം ഓൾറെഡി ബിയിൽ നമ്മൾ കണ്ടെത്തിയ വാല്യൂ 16.67 ന്യൂട്ടൺ. അത് തന്നെയായിരിക്കും എയിലും ആക്ട് ചെയ്യുന്നത്. വേറെ ഫോഴ്സസ് ഒന്നും തന്നെ എയ്ക്കും ബിക്കും ഇടയിലായിട്ട് വരുന്നില്ല. ഓക്കെ, അപ്പോൾ 16.67 ന്യൂട്ടൺ തന്നെയായിരിക്കും എയിൽ അനുഭവപ്പെടുന്ന ഷിയർ ഫോഴ്സ്. ഇപ്പോൾ എല്ലാ പോയിന്റിലെയും ഷിയർ ഫോഴ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഡയഗ്രം വരയ്ക്കും. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യും? ലൈൻ വരച്ചു അല്ലെ? ബീമിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലൈൻ വരച്ചു. എത്ര ലെങ്ത് ഉള്ള ലൈനാണ്? 2 + 2 + 2, അതായത് 6 മീറ്റർ ലെങ്ത് ഉള്ള ലൈൻ വരച്ചു. ഇത് ഓരോ ഇങ്ങനെയുള്ള ഷിയർ ഫോഴ്സ് ഡയഗ്രം അതുപോലെ തന്നെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം ഒക്കെ വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? താഴത്തേക്ക് വേണം വരച്ച് പോകാനായിട്ട്. പ്രൊജക്ഷൻ ലൈൻസ് യൂസ് ചെയ്തിട്ട് ഓരോ പോയിന്റ് മാർക്ക് ചെയ്ത് എക്സാക്റ്റ്. ഇപ്പോൾ നോർമൽ ഡയഗ്രം വരച്ചതിന് തൊട്ട് താഴെ വേണം ഷിയർ ഫോഴ്സ് ഡയഗ്രം വരയ്ക്കാൻ. അതിനും തൊട്ട് താഴെ ആയിട്ട് വേണം ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരയ്ക്കാനായിട്ട്. അതുപോലെ തന്നെ എക്സാക്റ്റ് മെഷർമെന്റ് എടുത്തിട്ട് വേണം നിങ്ങൾ വരയ്ക്കാനായിട്ട്. നമ്മൾ ക്ലാസ്സിൽ ചെയ്ത സമയത്തൊക്കെ കുറച്ച് പേര് മെഷർമെന്റ് എടുക്കാണ്ട് റഫായിട്ട് വരച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്യരുത്. എക്സാക്റ്റ് മെഷർമെന്റ് യൂസ് ചെയ്തിട്ട് തന്നെ വരയ്ക്കാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കെയിൽ ചെയ്തും വരയ്ക്കാം. സ്കെയിൽ ചെയ്ത് വരയ്ക്കുന്ന സമയത്ത് സ്കെയിൽ 1:2 ആണെങ്കിൽ 1:2 എന്ന് താഴെ എഴുതി വെച്ചിട്ടുണ്ടാവണം. അതല്ലെങ്കിൽ തെറ്റ് വരും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വരയ്ക്കാനായിട്ട് ആരംഭിക്കാം. ബി എന്ന് പറയുന്ന പോയിന്റിൽ അനുഭവപ്പെടുന്ന ഷിയർ ഫോഴ്സ് എത്രയാണ്? -13.33 ന്യൂട്ടൺ അല്ലേ? അപ്പോൾ നിങ്ങളൊരു ലൈൻ വരച്ചിട്ടുണ്ട്. ആ ലൈനിൽ നിന്നും താഴത്തേക്ക് വേണം വരയ്ക്കാനായിട്ട്. എന്തുകൊണ്ടാണ്? നെഗറ്റീവ് വാല്യൂ ആണ് അല്ലേ? നെഗറ്റീവ് വാല്യൂ ആയതുകൊണ്ട് -13.33 ന്യൂട്ടൺ താഴത്തേക്ക് ലൈൻ വരച്ചു അല്ലേ? ഇനി സി എന്ന് പറയുന്ന പോയിന്റ് എത്തുന്ന വരെ അതേ വാല്യൂ ആണ് അല്ലേ? അപ്പോൾ അത് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. സി വരെ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. ഇനി സിയിൽ എത്തുമ്പോൾ അതിൻ്റെ വാല്യൂ എത്രയായിട്ട് മാറി? -3.33 ന്യൂട്ടനായിട്ട് മാറി. അപ്പോൾ മുകളിലേക്ക് വരയ്ക്കണം അല്ലേ?
-3.33 ന്യൂട്ടൺ അവിടെ വരെ വരച്ചു. ഇനി അഗെയിൻ സി തൊട്ട് ഡി വരെയും എത്ര തന്നെയാണ്? -3.33 ന്യൂട്ടനാണ്. അഗെയിൻ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ഇനി ഡിയിലെത്തുന്ന സമയത്ത് അവിടുത്തെ വാല്യൂ എത്രയാണ്? ഇവിടെ കൊടുത്തിട്ടുണ്ട് 16.67 അല്ലേ? അപ്പോൾ മുകളിലേക്ക് വരയ്ക്കണം അല്ലേ? പോസിറ്റീവ് സെക്ഷനിലേക്ക് കടത്തി വരയ്ക്കുക. 16.67 വരച്ചു. എ വരെയുള്ള വാല്യൂ എത്രയാണ്? 16.67 ന്യൂട്ടൺ തന്നെയാണ്. അതിനുശേഷം താഴത്തേക്ക് ലൈൻ വരച്ച് അത് ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയായിരിക്കും അതിൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരുന്നത്. പോസിറ്റീവ് ഭാഗത്ത് നിങ്ങൾ പോസിറ്റീവ് എന്ന് എഴുതാൻ മറക്കരുത്, നെഗറ്റീവ് ഏരിയയിൽ നെഗറ്റീവ് എന്നും എഴുതാനായിട്ട് മറക്കരുത്. ഷിയർ ഫോഴ്സ് ഡയഗ്രാം പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരയ്ക്കേണ്ടത് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രമാണ്. അപ്പോൾ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കാൻ എന്ത് ചെയ്യണം? ഓരോ പോയിന്റിലെയും ബെൻഡിങ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അടുത്ത കാൽക്കുലേഷൻസ് ചെയ്യാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഏതായിരിക്കും? ബി ആയിരിക്കും. ബിയിൽ അനുഭവപ്പെടുന്ന ബെൻഡിങ് മൊമെൻറ്റ് നമുക്കറിയാം. സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ രണ്ട് സൈഡിലും ബെൻഡിങ് മൊമെൻറ്റ് 0 ആണ് അല്ലേ? അങ്ങനെ റൂൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബിയിലും 0 ആണ്, എയിലും 0 ആണ്. അപ്പോൾ ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് ബി = 0 ആണ്. നിങ്ങൾ കാൽക്കുലേഷൻസ് ഒന്നും തന്നെ ചെയ്യാതെ നിങ്ങൾക്ക് അത് എഴുതാനായിട്ട് സാധിക്കും. ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് ബി = 0. ഇനി അടുത്തത് എന്താണ്? ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് ബി മൈനസ് ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് സി = ഏരിയ ഓഫ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം ബിറ്റ്വീൻ സി ആൻഡ് ബി അല്ലേ? നമ്മൾ കുറേയധികം പ്രോബ്ലംസ് ഇതേ മാതൃകയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഫോർമുല യൂസ് ചെയ്തിട്ടും ചെയ്യാൻ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഓരോന്നിൻ്റെ ഫോർമുല കറക്റ്റായിട്ട് ഓർത്തിരിക്കണം. ഈ ഒരു കേസിൽ ഈ ഒരു മെത്തേഡ് അനുസരിച്ച് ചെയ്തു പോകുന്നെങ്കിൽ ഫോർമുല ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ആ ഒരു എല്ലാ ടൈപ്പ് പ്രോബ്ലത്തിനും സെയിം സ്റ്റെപ്പാണ് വരുന്നത്. അപ്പോൾ ബിക്കും സിക്കും ഇടയിലുള്ള ബെൻഡിങ് മൊമെൻറ്റ് അല്ലേ? ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് ബി മൈനസ് ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് സി = ഏരിയ ബിറ്റ്വീൻ ബി ആൻഡ് സി. അതാണ് ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് ബി അതിൻ്റെ വാല്യൂ 0 ആണെന്ന് ഓൾറെഡി നിങ്ങൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ? സോ ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. മൈനസ് ബെൻഡിങ് മൊമെൻറ്റ് ഓഫ് സിയുടെ വാല്യൂ നിങ്ങൾക്ക് അറിയത്തില്ല. സോ അങ്ങനെ തന്നെ കടന്നോട്ടെ. = ഈ ഒരു ഭാഗത്തിൻ്റെ ഏരിയ അല്ലേ? അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. റെക്റ്റാങ്കിൾ ആണ്. സോ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇവിടുത്തെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 2 മീറ്റർ അല്ലേ? അതുപോലെ തന്നെ ഇവിടുത്തെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? -13.33. അപ്പോൾ 2 × -13.33 ചെയ്യുക അല്ലേ? അതാണ് ഈ ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ മൈനസ് ബെൻഡിങ് മൊമെൻറ്റ് ഓഫ് സി = -26.66 എന്നായിരിക്കും ആൻസർ കിട്ടുന്നത്. അപ്പോൾ രണ്ട് സൈഡിലും നെഗറ്റീവ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് സി = 26.66 ന്യൂട്ടൺ മീറ്റർ എന്ന് നിങ്ങൾക്ക് ഫൈനൽ ആൻസർ കിട്ടും. ഓക്കെ, വളരെ സിമ്പിളാണ്. ഓരോന്നിൻ്റെയും ഫോർമുലാസ് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. റെക്റ്റാങ്കിളിൻ്റെ ഫോർമുല എന്താണ്, ട്രയാങ്കിളിൻ്റെ ഫോർമുല എന്താണ്, ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. വളരെയധികം സിമ്പിളാണ്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യും? സിക്കും അതുപോലെ തന്നെ ഡിക്കും ഇടയിലുള്ള ബെൻഡിങ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് സി മൈനസ് ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് ഡി = ഏരിയ ഓഫ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം ബിറ്റ്വീൻ സി ആൻഡ് ഡി അല്ലേ? അപ്പോൾ നിങ്ങൾക്കറിയാം ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് സി ഓൾറെഡി ഇവിടെ നിങ്ങൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എത്രയാണ്? 26.66. അത് എടുത്ത് എഴുതുക. 26.66 മൈനസ് ബെൻഡിങ് മൊമെൻറ്റ് ഓഫ് ഡി, അത് നിങ്ങൾക്ക് അറിയത്തില്ല. സോ അങ്ങനെ തന്നെ കടന്നോട്ടെ. = ഈ ഒരു ചെറിയ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ. അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 2 മീറ്റർ തന്നെയാണ്. അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? -3.33 ആണ് അല്ലേ? സോ -3.33 × 2 അങ്ങനെയായിരിക്കും ആൻസർ കിട്ടുന്നത്. ഓക്കെ, പിന്നെ ഈ കിടക്കുന്ന 26.66നെ വലതുവശത്തേക്ക് ഈക്വൽ ടു സൈനിന് വലതുവശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അതെന്തായിട്ട് മാറും? ഇവിടെ പോസിറ്റീവാണ്. വലതുവശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ നെഗറ്റീവായിട്ട് മാറും. സോ മൈനസ് ബെൻഡിങ് മൊമെൻറ്റ് ഓഫ് ബി = -3.33 × 2. അതൊരു ബ്രാക്കറ്റിൽ വേണം ഇടാനായിട്ട്. -26.66 എന്ന് വരും അല്ലേ? അപ്പോൾ രണ്ട് വാല്യൂ മൈനസ് ആണ്. അപ്പോൾ രണ്ടും എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. എന്നിട്ട് മൈനസ് സൈൻ ഇട്ടാൽ മതി. -33.32 അല്ലേ? അപ്പോൾ രണ്ട് സൈഡിലും മൈനസ് വരുന്നുണ്ട്. മൈനസ് ക്യാൻസൽ ആയി പോകും. ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് സി = 33.3 അല്ലേ? അത്രയും ന്യൂട്ടൺ മീറ്റർ എന്നായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ആ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അടുത്തായിട്ട് ഏറ്റവും ലാസ്റ്റ് കണ്ടുപിടിക്കാനുള്ള എന്താണ്? ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് എ ആണ്. അത് നിങ്ങൾക്ക് കാൽക്കുലേഷൻ വെച്ച് ചെയ്യണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് ഓൾറെഡി തന്നെ ഡയറക്റ്റ് എടുത്ത് എഴുതാം 0 ആണെന്ന് അല്ലേ? നമുക്കറിയാം സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ രണ്ട് സൈഡും 0 ആയിരിക്കും. ഇനി അതല്ല നിങ്ങൾക്ക് അത് കാൽക്കുലേഷൻ വെച്ച് ചെയ്യണമെങ്കിൽ ഇതേപോലെ തന്നെ കാൽക്കുലേഷൻ വെച്ച് ചെയ്യുകയും ചെയ്യാം. സോ അവിടെ എന്തായിരിക്കും? ബെൻഡിങ് മൊമെൻറ്റ് ഓഫ് ഡി മൈനസ് ബെൻഡിങ് മൊമെൻറ്റ് ഓഫ് എ = ഏരിയ ഓഫ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം ബിറ്റ്വീൻ എ ആൻഡ് ഡി. ഓക്കെ, അപ്പോൾ ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് ഡി മൈനസ് ബെൻഡിങ് മൊമെൻറ്റ് ഓഫ് എ. ബെൻഡിങ് മൊമെൻറ്റ് ഓഫ് ഡി എന്ന് പറയുന്നത് ഇവിടെ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എത്രയാണ്? 33.23. അപ്പോൾ ആ വാല്യൂ എടുത്ത് എഴുതി. മൈനസ് ബെൻഡിങ് മൊമെൻറ്റ് ഓഫ് എ നിങ്ങൾക്ക് അറിയത്തില്ല. =
ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എത്രയാ? അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 2, അതിൻ്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 16.67. സോ 2 × 16.67. അതായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ചെയ്തു വരുമ്പോൾ ഇത് രണ്ടിൻ്റെയും ഈ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന വാല്യൂ റൈറ്റ് സൈഡിൽ കിടക്കുന്ന വാല്യൂ സെയിം ആയിട്ട് വരും. സോ ഇത് രണ്ടും മൈനസ് ചെയ്യുമ്പോൾ 0 കിട്ടും. അങ്ങനെ ബെൻഡിങ് മൊമെൻ്റ് ഫേസ് ഈക്വൽ ടു എന്തായിരിക്കും? 0 എന്നായിരിക്കും കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ സൈഡിലെയും ബിയിലെയും എയിലെയും വാല്യൂ 0 എന്ന് കിട്ടി. അതുപോലെ സിയിലെ വാല്യൂം കിട്ടിയിട്ടുണ്ട്, ബിയിലെ വാല്യൂം കിട്ടിയിട്ടുണ്ട്. എന്ത് ചെയ്താൽ മതി? നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ലൈൻ വരച്ചു. ബിയിലെ വാല്യൂ 0 ആയതുകൊണ്ട് ബിയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു. സിയിലെ വാല്യൂ എത്രയാണ്? 26.66. സോ ബിയിൽ നിന്നും 26.66 ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. എഗെയിൻ അടുത്ത പോയിന്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 33.33. സോ 33.33 വരെ അടുത്ത ലൈൻ വരച്ചു. അതിൽ നിന്ന് 0യിലേക്ക് ലൈൻ വരയ്ക്കാം. അപ്പോൾ ഇത്തരത്തിലായിരിക്കും ഇതിൻ്റെ ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം വരയ്ക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിലെ ഫിഗർ അതേപോലെ തന്നെ വരച്ചു വെച്ചു. റിയാക്ഷൻ ഫോഴ്സസ് കണ്ടെത്തി അത് രണ്ടാമത് നോട്ട് ചെയ്തു. അതിന് തൊട്ട് താഴെയിട്ട് വേണം ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാനായിട്ട്. അതിന് തൊട്ട് താഴെയിട്ട് വേണം ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം വരയ്ക്കാനായിട്ട്. ഇതേ പാറ്റേണിൽ തന്നെ വരച്ചു പോവുക. കറക്റ്റ് വാല്യൂസ് എടുത്തിട്ട് വേണം വരയ്ക്കാനായിട്ട്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് സിംപ്ലി സപ്പോർട്ടഡ് ബീം തന്നെയാണ്. പക്ഷേ അതിന് മുകളിൽ പോയിന്റ് ലോഡ് ആയിരിക്കത്തില്ല. അതിന് പകരം UDL ആയിരിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. കണ്ടോ? അപ്പോൾ A തൊട്ട് B വരെയുള്ള ലെങ്ത് എന്ന് പറയുന്നത് L ആണ്. എക്കും ബിക്കും ഇടയിലായിട്ട് ഒരു UDL കാണാനായിട്ട് സാധിക്കും. ഓക്കെ, UDL എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഒരേപോലെയുള്ള ലോഡാണ്. A തൊട്ട് B വരെ ഒരേപോലെയുള്ള ലോഡായിരിക്കും. അപ്പോൾ W Nm/m അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. A തൊട്ട് B വരെ ഒരേപോലത്തെ ലോഡ്. ഓക്കെ, ഇനി ഈ ഒരു കേസിൽ അതിൻ്റെ RA/RB എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുക? അപ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, UDLൻ്റെ കേസിൽ RA = RB = എന്തായിരിക്കും? W × L/2 ആയിരിക്കും. എങ്ങനെയായിരിക്കും അത് വരുന്നത്? ഇവിടെ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? W × ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാ? L ആണ് അല്ലേ? അപ്പോൾ A തൊട്ട് B വരെയുള്ള ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത് W × L ആണ്. ഇനി എയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പകുതി ആയിരിക്കും. സോ WL/2. അതുപോലെ തന്നെ ബിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയായിരിക്കും? WL/2. അങ്ങനെയാണ് RA = RB = WL/2 എന്ന് വന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഇതിൻ്റെ റിയാക്ഷൻ ഫോഴ്സ് ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എത്രയാ? WL/2 എന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സോ ആ ഡയഗ്രാം കംപ്ലീറ്റ് ചെയ്യാം. ലൈൻ വരച്ചു. ആ ബീമിൻ്റെ ടോട്ടൽ ലെങ്ത് എത്രയാണ്? L. സോ L ലെങ്ത്തിൽ ലൈൻ വരച്ചു. അതിന് മുകളിലായിട്ട് UDL വരച്ചു. RB = WL/2, RA = WL/2. ഓക്കെ, ഇനി ബിയിൽ നിന്നും X ഡിസ്റ്റൻസ് ഇടത്തോട്ട് മാറിയിട്ട് XX എന്നൊരു ഇമാജിനറി സെക്ഷൻ നമ്മൾ വരച്ചു. ഇനി സാധാരണ ചെയ്യാറുള്ള പോലെ തന്നെ XXലെ ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കണം, ബിയിലെ ഷിയർ ഫോഴ്സ് കണ്ടെത്തണം, എയിലെ ഷിയർ ഫോഴ്സ് കണ്ടെത്തണം അല്ലേ? അപ്പോൾ XX എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് അനുഭവപ്പെടുന്ന ഷിയർ ഫോഴ്സ് എത്രയായിരിക്കും? എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുക? ഇവിടെ 2 ലോഡ് വരുന്നുണ്ട് അല്ലേ? RB എന്ന് പറയുന്ന റിയാക്ഷൻ ഫോഴ്സ് താഴെ നിന്ന് മുകളിലേക്ക്, അത് നെഗറ്റീവ് ആയിരിക്കും നമുക്ക് അറിയാം അല്ലേ? അതിൻ്റെ വാല്യൂ എത്രയാണ്? -WL/2 ആണ്. അതേപോലെ തന്നെ UDL വരുന്നുണ്ട് മുകളിൽ നിന്ന് താഴത്തേക്ക് അല്ലേ? ആ UDLൻ്റെ ടോട്ടൽ ലോഡ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ X, പിന്നെ മുകളിൽ നിന്ന് താഴേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് W. സോ W × X ആയിരിക്കും ആ UDLൻ്റെ XX എന്ന് പറയുന്ന പോയിന്റിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് അല്ലേ? സോ ടോട്ടൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എങ്ങനെ വരും? W × X, WX - WL/2 എന്ന് വരും. എന്തുകൊണ്ട് അങ്ങനെ വരാൻ കാരണം? UDLൻ്റെ W × X അല്ലേ? WX - WL/2. അപ്പോൾ WX പോസിറ്റീവ് ആണ്, WL/2 നെഗറ്റീവ് ആണ്. അതുകൊണ്ടാണ് WX - WL/2 എന്ന് വരാനായിട്ട് കാരണം. അതാണ് ഈ എഴുതി വെച്ചിട്ടുള്ളത്. കണ്ടോ? WX - WL/2. ഇനി B എന്ന് പറയുന്ന പോയിന്റിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് ഏതായിരിക്കും? അവിടെ ഇടതുവശത്തേക്ക് ബിയിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് ലോഡ് വരുന്നത് അല്ലേ? ബിയിൽ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 0 ആണ്. സോ W × X ഈ ഒരു ഇക്വേഷനിലേക്ക് X = 0 എന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയായിരിക്കും? W × 0 - WL/2. ദാറ്റ് ഈസ് ഈക്വൽ ടു -WL/2. ഇതായിരിക്കും ബി എന്ന് പറയുന്ന പോയിന്റിൽ അനുഭവപ്പെടുന്ന ഷിയർ ഫോഴ്സ്. ഇനി അതുകൂടാതെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് C ആണ് അല്ലേ? സോറി, C അല്ല, A എന്ന് പറയുന്ന പോയിന്റ്. ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന C എന്നാണ്, അത് A തന്നെയാണെന്ന് മനസ്സിലാക്കുക. A എന്ന് പറയുന്ന പോയിന്റിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എത്രയായിരിക്കും?
സെയിം ഇക്വേഷൻ ഡബ്ല്യു എക്സ് മൈനസ് ഡബ്ല്യു എൽ ബൈ ടു. അതിൽ എക്സിൻ്റെ വാല്യൂ ഈസ് ഈക്വൽ ടു എ എന്ന് പറയുന്ന പോയിന്റ് എടുക്കുമ്പോൾ എ തൊട്ട് ബി വരെയുള്ള ദൂരം എന്ന് പറയുന്നത് എത്രയായിരിക്കും? എൽ ആയിരിക്കും അല്ലേ? സോ എക്സ് ഇസ് ഈക്വൽ ടു എൽ. സോ എക്സ് കാണുന്നിടത്തെല്ലാം എൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഡബ്ല്യു ഇൻറ്റു എൽ മൈനസ് ഡബ്ല്യു എൽ ബൈ ടു. അതാണ് എഴുതിയിട്ടുള്ളത് കണ്ടോ, ഡബ്ല്യു എൽ മൈനസ് ഡബ്ല്യു എൽ ബൈ ടു. നമുക്കറിയാം ഡബ്ല്യു എൽ മൈനസ് ഡബ്ല്യു എൽ ബൈ ടു എന്ന് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡബ്ല്യു എൽ ബൈ ടു തന്നെ കിട്ടും, പോസിറ്റീവ് ഡബ്ല്യു എൽ ബൈ ടു എന്ന് കിട്ടും. അപ്പോൾ അതാണ് സിയിൽ അനുഭവപ്പെടുന്ന ഷിയർ ഫോഴ്സ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യണം? അതിൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കണം. അപ്പോൾ ആദ്യം തന്നെ ഈ വരച്ചതിന് തൊട്ട് താഴെയിട്ട് തന്നെ പ്രൊജക്ടർ ലൈൻസ് വരയ്ക്കുക. ഓരോ പോയിന്റിൽ നിന്നും എ ടു ബി ഒരു ലൈൻ പ്ലോട്ട് ചെയ്തു. ഇനി ബിയിൽ അനുഭവപ്പെടുന്ന ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ എത്രയാണ്? മൈനസ് ഡബ്ല്യു എൽ ബൈ ടു ആണ് അല്ലേ? അപ്പോൾ താഴോട്ട് വേണം വരയ്ക്കാനായിട്ട്. നെഗറ്റീവ് വാല്യൂ ചെയ്തുകൊണ്ട് താഴത്തേക്ക് മൈനസ് ഡബ്ല്യു എൽ ബൈ ടു താഴത്തേക്ക് ലൈൻ വരച്ചു. ആ പോയിന്റ് മാർക്ക് ചെയ്തു. അതിനുശേഷം എ എന്ന് പറയുന്ന പോയിന്റ്, സി ഇപ്പോൾ ഞാൻ പറയാം, അത് പറയുന്നതിന് മുമ്പായിട്ട് തന്നെ എ എന്ന് പറയുന്ന പോയിന്റിലേക്ക് പോവാം. എ എന്ന് പറയുന്ന പോയിന്റിൽ അനുഭവപ്പെടുന്ന ഷിയർ ഫോഴ്സ് എത്രയാണ്? ഡബ്ല്യു എൽ ബൈ ടു. സോ അത് പോസിറ്റീവ് വാല്യൂ ആണ്, അതുകൊണ്ട് മുകളിലേക്ക് വേണം വരയ്ക്കാനായിട്ട്. അപ്പോൾ ഈ പോയിന്റ് മാർക്ക് ചെയ്തു, അതുപോലെ തന്നെ ഈ നെഗറ്റീവ് പോയിന്റ് മാർക്ക് ചെയ്തു. അത് രണ്ടും ജോയിൻ ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലായിരിക്കും നമുക്ക് ഷിയർ ഫോഴ്സ് ഡയഗ്രാം കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ എ ബി എന്ന് പറയുന്ന പോയിന്റിൽ, എ ബി എന്ന് പറയുന്ന ബീമിൽ സി എന്ന് പറയുന്ന പോയിന്റിൽ കൂട്ടിമുട്ടും. ആ ഭാഗത്ത് ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അത്രമാത്രം അറിഞ്ഞിരിക്കുക. ഏകദേശം എൽ ബൈ ടു ഡിസ്റ്റൻസ് എയിൽ നിന്നും മാറിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ബിയിൽ നിന്നും എൽ ബൈ ടു ഡിസ്റ്റൻസ് മാറിയിട്ടായിരിക്കും ആ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ഇനി അടുത്തതായിട്ട് നമുക്ക് അതിൻ്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കണം. നമുക്കറിയാം സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്. അപ്പോൾ രണ്ട് സൈഡിലും ബിയിലും എയിലും 0 ആയിരിക്കും വാല്യൂ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബെൻഡിങ് മൊമെന്റ് അറ്റ് ബി ഈസ് ഈക്വൽ ടു എന്ത് തന്നെയാണ്? 0 തന്നെയാണ്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് സി ആണ് അല്ലേ? അപ്പോൾ ബെൻഡിങ് മൊമെന്റ് അറ്റ് ബി മൈനസ് ബെൻഡിങ് മൊമെന്റ് അറ്റ് സി ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം ബിറ്റ്വീൻ സി ആൻഡ് ബി അല്ലേ? അപ്പോൾ ബെൻഡിങ് മൊമെന്റ് അറ്റ് ബി ഓൾറെഡി നിങ്ങൾ 0 എന്ന് കണ്ടെത്തി വെച്ചിട്ടുണ്ട്. ആ 0 എടുത്തെഴുതി. മൈനസ് ബെൻഡിങ് മൊമെന്റ് അറ്റ് സി ഈസ് ഈക്വൽ ടു, ഇത് ട്രയാങ്കിൾ അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഏരിയ കാണുന്ന ഇക്വേഷൻ എന്താണ്? ഹാഫ് ബി എച്ച്. അപ്പോൾ 1/2 ഇൻറ്റു ബി എന്ന് വെച്ചാൽ സി തൊട്ട് ബി വരെയുള്ള ദൂരം, അതിൻ്റെ വാല്യൂ എത്രയാണ്? എൽ ബൈ ടു എന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ? ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഡബ്ല്യു എൽ ബൈ ടു മൈനസ് ഡബ്ല്യു എൽ ബൈ ടു. അപ്പോൾ 0 മൈനസ് ബെൻഡിങ് മൊമെന്റ് അറ്റ് സി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു മൈനസ് ഡബ്ല്യു എൽ ബൈ ടു ഇൻറ്റു എൽ ബൈ ടു എന്ന് വരും. ഓക്കെ, അപ്പോൾ അത് നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് ബെൻഡിങ് മൊമെന്റ് ഓഫ് സി ഈസ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു എൽ സ്ക്വയർ ഡിവൈഡ് ബൈ 8 എന്ന് എഴുതാം. അല്ലെങ്കിൽ രണ്ട് സൈഡിലും നെഗറ്റീവ് ഉള്ളതുകൊണ്ട് ആ നെഗറ്റീവ് വാല്യൂ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ബെൻഡിങ് മൊമെന്റ് അറ്റ് സി ഈസ് ഈക്വൽ ടു ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 8 എന്ന് എടുത്ത് എഴുതാം. ഓക്കെ, ഇനി അതേപോലെ തന്നെ ബെൻഡിങ് മൊമെന്റ് അറ്റ് സി മൈനസ് ബെൻഡിങ് മൊമെന്റ് അറ്റ് എ ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം ബിറ്റ്വീൻ സി ആൻഡ് എ. ഓക്കെ, അപ്പോൾ ഓൾറെഡി നിങ്ങൾ ബെൻഡിങ് മൊമെന്റ് അറ്റ് സി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എത്രയാണ്? ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 8. അതെടുത്ത് എഴുതി. മൈനസ് ബെൻഡിങ് മൊമെന്റ് അറ്റ് എ ഈസ് ഈക്വൽ ടു എന്ത് വരും? ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ ഹാഫ് ഇൻറ്റു ബി എച്ച്, ഹാഫ് ഇൻറ്റു ഡബ്ല്യു എൽ ബൈ ടു ഇൻറ്റു ഈ ഡിസ്റ്റൻസ് എത്രയാണ്? എൽ ബൈ ടു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെയും ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 8 എന്ന് കിട്ടും. അപ്പോൾ രണ്ട് സൈഡിലും ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 8 വന്നു കഴിഞ്ഞാൽ രണ്ടും മൈനസ് ചെയ്യുമ്പോൾ 0 ആയിട്ട് പോകും. അങ്ങനെ മൈനസ് ബെൻഡിങ് മൊമെന്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു എത്ര വരും? 0 എന്ന് വരും. ദാറ്റ് ഈസ് ബെൻഡിങ് മൊമെന്റ് അറ്റ് എ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ 3 പോയിന്റിലെയും ബെൻഡിങ് മൊമെന്റ് നമ്മൾ കണ്ടെത്തി അല്ലേ? ഈ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യണം? അതിൻ്റെ ഡയഗ്രാം വരയ്ക്കണം. അതിനായിട്ട് ഒരു ലൈൻ വരച്ചു. നിങ്ങൾക്കറിയാം ഇവിടെ എല്ലാ വാല്യൂവും പോസിറ്റീവാണ് കിട്ടിയിട്ടുള്ളത്. സോ മുകളിലേക്ക്, ഈ ലൈനിന് മുകളിലേക്ക് വേണം ലൈൻ പ്ലോട്ട് ചെയ്യാനായിട്ട്. യു ഡി എൽ ആയതുകൊണ്ട് തന്നെ ഇത് വരയ്ക്കുന്ന സമയത്ത് പാരാബോളിക് ഷേപ്പിൽ വേണം വരയ്ക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ബി എന്ന് പറയുന്ന പോയിന്റിലെ ബെൻഡിങ് മൊമെന്റ് 0 ആണ് നമുക്കറിയാം. സോ അത് ബി തന്നെ നോട്ട് ചെയ്തു. സി എന്ന് പറയുന്ന പോയിന്റിലെ ബെൻഡിങ് മൊമെന്റ് എത്രയാണ്? ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 8 ആണ്. സോ ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 8 ഹൈറ്റിനായിട്ടൊരു പോയിന്റ് മാർക്ക് ചെയ്തു. ആൻഡ് ബിയും ഈ പോയിന്റും തമ്മിൽ പാരാബോളിക് ഷേപ്പിൽ ഒരു കർവ് വരച്ച് ജോയിൻ ചെയ്തു. അതുപോലെ എ എന്ന് പറയുന്ന പോയിന്റിലെ ബെൻഡിങ് മൊമെന്റ് എത്രയാണ്? 0 ആണ്. എഗെയിൻ ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു പാരാബോളിക് ഷേപ്പ് അല്ലെങ്കിൽ ആർക്ക് ഷേപ്പിൽ വരച്ചിട്ട് ജോയിൻ ചെയ്തു. അപ്പോൾ ഇങ്ങനെയായിരിക്കും അതിൻ്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആണ് നമുക്ക് ഈ ഒരു സെഷനിൽ മെയിൻലി വരുന്നത്. നല്ല രീതിയിൽ നോക്കി മനസ്സിലാക്കുക. ഓരോ ടൈപ്പ് പ്രോബ്ലംസും നല്ല രീതിയിൽ തന്നെ ചെയ്ത് പഠിക്കണം. ഏറ്റവും സിമ്പിളർ ആയിട്ടുള്ള മെത്തേഡ്സിലാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്തിട്ടുള്ളത്. ടെക്സ്റ്റ് ബുക്കൊക്കെ നിങ്ങൾ റെഫർ ചെയ്യുകയാണെങ്കിൽ അതിൽ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ടായിരിക്കും ബെൻഡിങ് മൊമെന്റ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അത് കുറച്ച് കൺഫ്യൂഷൻസിന് ഇടയാക്കും. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് ഓർത്ത് വെച്ച് ഈ 4 ടൈപ്പ് ഓഫ് പ്രോബ്ലംസും നല്ല രീതിക്ക് പഠിക്കുക. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, താങ്ക് യു.